ഇനി നമുക്ക് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 സബോള നല്ല കനം കുറച്ചരിഞ്ഞിട്ടുള്ളത് വേണം. എന്നിട്ട് നമ്മളിതിങ്ങനെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇതിനെ ഇളക്കിയെടുക്കണം. ഇത് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കണ പോലെ ഹാഫ് കുക്കിംഗ് അല്ല, നല്ല ബ്രൗൺ ആവണം. ഇപ്പോൾ നല്ല ക്രിസ്പിനെസ്, അതായത് ഇപ്പോൾ ബിരിയാണിയുടെ മുകളിൽ അവസാനം നമ്മൾ വിതറുമല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള സബോള, അതേപോലെ വേണം. അപ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്ക് ഉണ്ടാക്കാവുന്ന റെസിപ്പി റെഡിയാക്കാം. ആദ്യം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക്, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ സബോള നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി പോർഷൻ എടുത്തിട്ട് ചിക്കനിൽ ഇട്ട് കൊടുത്ത് നല്ലോണം നമ്മളിത് മിക്സ് ചെയ്യണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടോട് കൂടിയിട്ട് ചെയ്യരുത്. കുറച്ച് ടൈം അതിന് വേണ്ടി സബോള ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മളിത് കൈകൊണ്ട് മിക്സ് ചെയ്യണോണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് നന്നായി മൂടിയിട്ട് വേവിക്കാം. അതായത് നന്നായി അതിൽ വെള്ളമൊക്കെ ഊർന്നിറങ്ങിയിട്ട് വരണം. അങ്ങനെ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് കിട്ടിയാലേ ഒന്നുകൂടി ടേസ്റ്റ് ആവുള്ളൂ. കാരണം നമ്മളിത് വറുത്ത് കൂറുന്നതല്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന കാരണം തന്നെ നല്ലോണം അത് വെന്ത് വരണം. അങ്ങനെ മൂടി മാറ്റിയിട്ട് നല്ലോണം അത് ഇളക്കിയെടുത്ത് അതിലെ വെള്ളം വറ്റണം. ഇതിൽ തക്കാളി നീരോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റോ ഒന്നും ചേർക്കാണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയും കൂടിയിട്ടാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പക്ഷേ മെയിനായിട്ട് നമ്മൾ ചിക്കൻ വേവാൻ കുറച്ച് സമയം കൊടുക്കണം. അങ്ങനെ നല്ലോണം ബോയിലിംഗ് ആയി വരുന്ന ചിക്കനിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് വേപ്പിലയും, പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സബോളയും, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി.